ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാന്യനായ കെ.എൻ. ഷഫ്രീൻ സാഹിബ്, അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, ബഹുമാന്യരായ പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കുമെന്ന തലക്കെട്ടിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ പരിപാടി കുറച്ച് നേരത്തെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വൈകിയാണ് നിങ്ങളോട് കൂടെ ചേരാൻ കഴിഞ്ഞത്. അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഈ വൈകിയ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്, ഈ റിപ്പബ്ലിക് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഒരു ആശയം ആയി കാണുന്ന ഒരാളല്ല വ്യക്തിപരമായി ഞാൻ. അതായത് മഹ്മൂദ് മംദാനി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചിന്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ തത്വചിന്തകൻ, പൊളിറ്റിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നത് അതൊരു വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന കേവലമായ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ചില വ്യവസ്ഥക്കും ചില ഘടനകൾക്കും അടിസ്ഥാനപരമായി തന്നെ ചില പ്രശ്നങ്ങളുണ്ടാവും. അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിങ്ങളുടെയും ദളിതുകളുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ അത് ചില വ്യക്തികൾ അവർക്ക് ഏൽപ്പിക്കുന്ന പരിക്കുകൾ എന്നതിനേക്കാൾ ഈ വ്യവസ്ഥയുടെയും സംവിധാനത്തിൻ്റെയും അതിൻ്റെ ഇൻഹറൻ്റായ അതിൻ്റെ ഘടനയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത് ദേശരാഷ്ട്രമെന്ന ഈ ഇപ്പോഴുള്ള രാജ്യ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും വിശിഷ്യ ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അത് വളരെ വ്യക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഓർക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സംഗതി, ഞാൻ നീട്ടിപ്പരത്തിയൊന്നും പറയുന്നില്ല, വളരെ ചുരുക്കി പറയുകയാണ്. ബാബരി മസ്ജിദിൻ്റെ സ്ഥലത്ത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു മിത്താണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്ത്യയിലൊരു മതേതരത്വം എന്ന സംഗതി ഒന്നുകിൽ നിലനിൽക്കുന്നില്ല, ചരിത്രപരമായി നിലനിന്നിട്ടില്ല. അത് പലപ്പോഴും ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ്യ ജാതീയ അധികാരത്തെ സേവിക്കാൻ വേണ്ടി, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ ഹനിക്കാൻ വേണ്ടി പ്രയോഗിക്കപ്പെട്ടുന്ന ഒരു സംഗതിക്കപ്പുറം ഇന്ത്യയിൽ മതേതരത്വം എന്ന ആശയത്തിന് ജീവൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആധുനിക ഇന്ത്യയുടെ ആരംഭം എന്ന് പറയുന്നത് 1857 ഫസ്റ്റ് ഫ്രീഡം ഫൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ പ്രക്ഷോഭം മുതലാണ് ആധുനിക ഇന്ത്യയുടെ ആരംഭം എന്ന് പലരും പറയുന്നു. അതുമുതലുള്ള ഓരോ വർഷങ്ങളും എടുത്തു നോക്കിയാലും 1947 നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യമായി എന്ന് പറയുന്ന ആ ഡേറ്റ് മുതൽ നോക്കുകയാണെങ്കിലും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വംശഹത്യക്കിരയാക്കപ്പെടുകയോ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ മുസ്ലിങ്ങളെ വെടിവെച്ചു കൊല്ലുകയോ ചെയ്യാത്ത വർഷങ്ങൾ വളരെ കുറവാണ്. ആധുനിക ഇന്ത്യയിൽ ജീവിച്ച മുസ്ലിം സമുദായത്തിലെ ഓരോ തലമുറയും അവർക്ക് അവരുടെ കാലത്ത് വംശീയമായ ആക്രമണങ്ങൾ നേരിട്ട അതിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാനത് ഓരോന്നും എണ്ണി പറയുന്നില്ല. പിന്നെ എന്നാണ് ചരിത്രപരമായി ഇന്ത്യയിൽ മതേതരത്വം, ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന സവിശേഷതയായിട്ട് പറയുന്ന സെക്കുലറിസം ചരിത്രപരമായി എവിടെയാണ് നിലനിന്നിട്ടുള്ളത്? സെക്കുലറിസം എന്ന വാക്ക് പോലും ഇന്ത്യയുടെ ഭരണഘടനയിൽ 1970-കളിലാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്ത് 1970-കളിൽ മാത്രമാണ് ഈ വാക്ക് പോലും വരുന്നത്. ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നുണ്ട്, നെഹ്റുവിയൻ സെക്കുലറിസം. ഇന്ന് പലരും പറയുന്നത് ബാബരി മസ്ജിദിന്റെ സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ ഇന്ത്യയിൽ മതേതരത്വം തകരുകയും ഇന്ത്യ ഇതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന പാരമ്പര്യമായ മൂല്യങ്ങൾ തകരുകയും ചെയ്യുന്നു എന്നാണ്. എന്താണ് ഈ മൂല്യങ്ങൾ? ഇന്ത്യ ഏത് കാലത്താണ് ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയാവകാശങ്ങളെ സംരക്ഷിക്കുന്ന നയം സ്വീകരിച്ചിട്ടുള്ളത്? അങ്ങനെ ചരിത്രപരമായി ഉണ്ടായിട്ടില്ല എന്ന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയുന്നതിന്
എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ആ മിത്തിനെ കുറിച്ച്, അതൊരു മിത്താണ്, ഇന്ത്യയിൽ അങ്ങനെ ഒന്ന് നിലനിന്നിട്ടുണ്ട് എന്നതൊരു മിത്താണ് എന്ന്, അത് മിത്താണെന്ന ബോധ്യമില്ലാതെ നമുക്കൊരിക്കലും റിപ്പബ്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് ഭാവന ചെയ്യാനോ സാധിക്കുകയില്ല. ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രധാന പ്രതീകമായിട്ട് അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ഒപ്പിടുകയും ഒപ്പിടാതിരിക്കുകയും ചെയ്ത ബില്ലുകളെ കുറിച്ച് പഠിച്ചാൽ നെഹ്റുവിന് ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയാവകാശങ്ങളെ കുറിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായ വാദങ്ങളോട് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്ന സമീപനത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ഇന്ത്യൻ സെക്യുലറിസം ചരിത്രപരമായി നിലനിന്നിട്ടില്ല എന്നും അത് പലപ്പോഴും ഇവിടെയുള്ള സവർണ ബ്രാഹ്മണ്യത്തെ സംരക്ഷിക്കുന്ന ഒരു വ്യവഹാരം മാത്രമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശശി തരൂർ തൊട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വാലുകളിൽ രാംലല്ല എന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ശശി തരൂർ പറയുന്നത്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ആവശ്യപ്പെട്ട സമയത്ത് മുസ്ലിങ്ങൾ ആ പ്രദേശം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാവുമായിരുന്നു. ഇത് പുതിയൊരു സംഗതിയല്ല. 1980കളിൽ സാക്ഷാൽ വാജ്പേയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, RSSന്റെയും BJPയുടെയും അനിഷേധ്യ നേതാവാണ്. BJPയുടെ അനിഷേധ്യ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി 1980കളിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ ആ സ്ഥലം വിട്ടുകൊണ്ട് ഒരു പ്രദേശം വിട്ടുതരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് സന്തോഷമാവുകയും മുസ്ലിങ്ങൾക്ക് വേറെ പള്ളി ഞങ്ങൾ പണിതു തരാം. 1980കളിലെ വാജ്പേയിയിൽ നിന്നും 2024ലെ ശശി തരൂരിലേക്ക് എന്ത് വ്യത്യാസമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഒരു വ്യത്യാസവും കണ്ടെത്താൻ കഴിയില്ല എന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശശി തരൂർ പ്രതിനിധാനം ചെയ്യുന്ന ആശയമണ്ഡലം അത്രമേൽ ദുർബലവും അത്രമേൽ പ്രതീക്ഷ ജനിപ്പിക്കാത്തതും ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാഷിസത്തിനെ മറികടക്കുന്ന ഒരു രാഷ്ട്രീയ ഭാവി ഇല്ലാത്തതുമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, മുസ്ലിം സമുദായ സംഘടനകൾ പലപ്പോഴും വളരെ നിരാശാജനകമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ശശി തരൂരിന്റെ നിലപാടിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പ്രസംഗിക്കുകയുണ്ടായി. ആ DK ശിവകുമാറിന്റെയും ശശി തരൂരിന്റെയും അവർ രാമക്ഷേത്രത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷാപൂർവം സംസാരിക്കുന്നത് രാമനെ RSSന് വിട്ടുകൊടുക്കാതിരിക്കാനാണ് എന്നാണ്. രാമൻ RSSന് വിട്ടുകൊടുക്കാതിരിക്കാനാണ് ഇവർ പറയുന്നത് എന്നാണ്. അപ്പൊ ഇവർ ബാബരി മസ്ജിദ് RSSകാർക്ക് വിട്ടുകൊടുത്തതിനെ കുറിച്ച് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ഇന്ന് സംസാരിക്കാനില്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവരുടെ തന്നെ ഒരു വിദ്യാർത്ഥി നേതാവ് പറയാണ്, ഇനി ബാബരി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കേണ്ട, കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് സംസാരിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം സംസാരിച്ചല്ലോ, ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് ഞങ്ങളാണ് മുസ്ലിങ്ങളെ ഇളകാതെ അവർ വൈകാരികമാവാതെ സംരക്ഷിച്ചത്. അത് നിങ്ങളല്ലേ ഇത്രയും കാലം പറഞ്ഞത്? അത് നിങ്ങൾ ഇനി പറയില്ലേ? മുസ്ലിങ്ങൾ അവർ ഇൻഹറൻലി തന്നെ വയലന്റ് ആണെന്നും ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ വയലന്റ് ആകാതെ അവർ സമാധാനപൂർവ്വം ഇവിടെ നടക്കുന്നത്, ഇവർ എല്ലാവരോടും സംയമനം കാത്തു സൂക്ഷിക്കുന്നത്, ഞങ്ങളില്ലെങ്കിൽ അവർ എന്നോ തീവ്രവാദികളും വികാരജീവികളുമാകും എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന് ഇത്രമേൽ നിന്ദ്യമായ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നു ബാബരി മസ്ജിദിനെ കുറിച്ച് ഇനി സംസാരിക്കരുത് എന്നാണ്. അവർ ബാബരി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കാതെ കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് സംസാരിക്കുകയാണ് അത്രേ. ബാബരി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കാതെ ഒരു കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സും നിങ്ങൾക്ക് സംസാരിക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ്? ബാബരി മസ്ജിദിനെ ചൂണ്ടിക്കൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുത്വ വംശീയവാദികൾ പറയുന്നത് എന്താ? മുസ്ലിങ്ങളാണ് അവരുടെ ദൈവത്തെ ഇത്രയും കാലം മറച്ചു പിടിച്ചത്, മുസ്ലിങ്ങളാണ് അവരുടെ ചരിത്രത്തെ നിഷ്കാസിതമാക്കിയത്, മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെയും ഹിന്ദു എന്ന് അവർ നിർമ്മിക്കുന്ന ഒരു ഐഡന്റിറ്റിൻ്റെയും ശത്രുക്കൾ. അതുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കുകയും രാമക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ എതിർക്കാതെ ഞങ്ങൾ വേറെ ചിലതെന്തോ പറയുകയാണെന്ന് പറയുന്നവർ
കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് അല്ല, അട്ടർ ഫൂളിഷ്നെസ് ആണ് പറയുന്നതെന്നും അതിന് മുസ്ലിം സമുദായത്തോടെന്നല്ല ഈ രാജ്യത്തോട് തന്നെ ഒന്നും സംഭാവന ചെയ്യാൻ അവർക്ക് സാധ്യമല്ല എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയപരമുള്ള ആർജവമില്ലെങ്കിൽ അത് പറയുകയാണ് വേണ്ടത്, അല്ലാതെ രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കുകയല്ല എന്നവർ ഓർമ്മപ്പെടുത്താനും ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സാമുദായിക സംഘടനകളുടെ കുറിച്ചുകൂടി ഒരു വാക്ക് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദി അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി സംഘത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവനവന്റെ സംഘടനയുടെ പുണ്യവും അതിൻ്റെ വിശുദ്ധിയും പറയാൻ സമയം ചെലവഴിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് വഖഫ് ഭൂമിയുടെ വിശുദ്ധിയെക്കുറിച്ചും അതിൻ്റെ മതകീയമായ അനിവാര്യതയെക്കുറിച്ചും സംസാരിക്കാൻ സാധിക്കാത്തത്? ഇന്ത്യൻ മതേതരത്വം ഒരു മിത്താണെന്ന് ഞാൻ പറയാൻ കാരണം അത് കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മുസ്ലിം സമുദായം അതിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കുന്ന സമയത്ത്, മുസ്ലിം സമുദായം അതിൻ്റെ രാഷ്ട്രീയപരമായ അതിൻ്റെ ക്ലൈം ഉന്നയിക്കുന്ന സമയത്ത് അത് പൊതുമണ്ഡലത്തോടും ഭരണകൂടത്തോടും തിരിഞ്ഞു നിന്ന് സംസാരിക്കേണ്ടെന്ന കാര്യങ്ങൾ പറയാതെ സമുദായത്തിനകത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സംയമനം പാലിക്കണം, നിങ്ങളൊന്നും പറയരുത്, നിങ്ങൾ സമാധാനം പാലിക്കണം, നിങ്ങൾ വർഗീയത ഉണ്ടാക്കരുത് എന്ന് പറയുന്നവർക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തെ പ്രതിനിധീകരിക്കാൻ സാധിക്കുകയില്ല എന്നും അവർ അടിസ്ഥാനപരമായി അവരെത്ര പുണ്യമുള്ളവരാണെങ്കിലും എത്ര പണ്ഡിതരാണെങ്കിലും അവരോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, രാഷ്ട്രീയത്തെക്കുറിച്ച് വകതിരിയില്ലാതെ സംസാരിച്ചാൽ അത് വംശഹത്യാ കാലത്ത് ആരുടെ അടുപ്പിലെ വിറകാകാനാണ് സഹായിക്കുക എന്ന് ആത്മപരിശോധന നടത്തണം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് റിപ്പബ്ലിക്കിന്റെ ഭാവി? എന്താണ് ഇന്ത്യയുടെ ഭാവി? എന്താണ് ഇന്ത്യയുടെ ഭാവി എന്ന് ചോദിച്ചാൽ, രാജ്യത്തിന്റെ ഭാവി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ മനുഷ്യരുടെ ഭാവിയാണല്ലോ. ഈ രാജ്യത്തെ മനുഷ്യരുടെ ഭാവി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റ് അതിൻ്റെ ഏകശിലാത്മകമായ, അതിൻ്റെ വംശീയാധികാര സ്വഭാവമായ, അതിൻ്റെ ഏകാധിപത്യപരമായ സ്വഭാവത്തിൽ നിന്ന് മാറി ജനാധിപത്യപരമായ ഒരു സമീപനത്തിലേക്ക് വരണമെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുത്വം നിർമ്മിക്കുന്ന ഹിന്ദു കൺസ്ട്രക്ഷൻ അതീതമായ സമുദായങ്ങളുടെ സൗഹൃദങ്ങളും ഐക്യദാർഢ്യങ്ങളും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ഉണ്ടാകുന്നതോടുകൂടി മാത്രമേ ഹിന്ദുത്വയുടെ വംശീയമായ ക്ലൈമുകളെ മറികടക്കുന്ന രാഷ്ട്രീയം ഉന്നയിക്കുന്ന വളരെ വേദനാജനകവും വളരെ പ്രതീക്ഷാനിർഭരവും ഭാവനാസമ്പന്നവുമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇന്ത്യക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യർക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യക്കൊരു ഭാവി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആർക്കാ ഭാവി ആവശ്യം? ഈ റിപ്പബ്ലിക് നമുക്കറിയാം, ഇന്ത്യ ആരുടെ റിപ്പബ്ലിക്കാണ്? ഇന്ത്യ ഓൾവേസ് സവർണ ബ്രാഹ്മണ്യത്തിന്റെ റിപ്പബ്ലിക്കായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഭാവിയെക്കുറിച്ച് സംസാരിക്കേണ്ടതും ഭാവി പ്രതീക്ഷിക്കേണ്ടതും അഭിലഷിക്കേണ്ടതും ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളാണ്. അവരുടെ ഭാവിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കേണ്ടതുള്ളൂ. കാരണം അവരുടെ വർത്തമാനമാണ്, അവരുടെ ചരിത്രമാണ് ഏറ്റവും മൃഗീയമായ രീതിയിൽ നിന്ദിക്കപ്പെട്ടിട്ടുള്ളതും അടിച്ചമർത്തപ്പെട്ടിട്ടുള്ളതും. അവരുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയമായ നീഡിനു വേണ്ടി ഇന്ത്യയുടെ പൊതുമണ്ഡലം നിർമ്മിക്കുന്ന ഹിന്ദുത്വക്ക് അനുകൂലമായ പൊതു നെറേറ്റീവുകളെ മറികടക്കുന്ന ദീർഘവും ശക്തവുമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വരണം. അതിന് ഇന്ത്യൻ സെക്യുലറിസം നിർമ്മിച്ചെടുക്കുന്ന ഈ പുകമറയെ മറികടക്കുന്ന ആഖ്യാനങ്ങൾ ഉണ്ടായി വരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഉന്നയിക്കുന്ന ഈ ഫ്രറ്റേണൽ ആയിട്ടുള്ള സമുദായങ്ങളുടെ സൗഹാർദ്ദം എന്ന രാഷ്ട്രീയത്തിന് തീർച്ചയായും ഭാവിയുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, വളരെ പ്രൊപ്പഗണ്ട, വളരെ ആസൂത്രിതമായി കൊണ്ട് അഴിഞ്ഞാടുന്ന സന്ദർഭത്തിൽ, സത്യാനന്തര കാലമെന്ന് വിളിക്കപ്പെടുന്ന അർദ്ധസത്യങ്ങളും നുണകളും പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരിക്കലും വസ്തുതകളെ വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വസ്തുതകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മീഡിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം കെട്ടുകഥകളാണ്.
വസ്തുതകൾ ഓരോ ദിവസവും അങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദ വീക്ക് എന്ന മാഗസിന് ഇപ്പോൾ ബാബർ അവിടെ രാമക്ഷേത്രം തകർത്തിട്ടാണ് ബാബരി മസ്ജിദ് ഉണ്ടാക്കിയത് എന്നതൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. അവർ കൺസ്ട്രക്ട് ചെയ്ത വസ്തുതയാണ്. അപ്പോൾ വസ്തുതകളും എവിഡൻസുകളും എന്നത് മാനിപ്പുലേറ്റഡ് ആണ്, ക്രിയേറ്റഡ് ആണ്. പക്ഷെ ഇതിനൊക്കെ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ അത് പ്രധാനമാണ്. അതിനെ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക, അതിനുവേണ്ടി രക്തവും ജീവനും കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ മർദ്ദിതർക്ക് വേണ്ടി പോരാടുക. തീർച്ചയായും അതിൽ ഭാവിയുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട്. ലോകത്തിന്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഒരിക്കലും മർദ്ദകർക്ക് അനുസ്യൂതം തുടരാൻ ലോകത്തിന്റെ ചരിത്രം അനുവദിക്കുകയില്ല. അത് ചരിത്രത്തിന്റെ ചാക്രിക പ്രതിഭാസത്തിൽ മർദ്ദിതർ അധികാര പദങ്ങളിലേക്ക് ഉയർന്നു വരിക തന്നെ ചെയ്യും. അതാര് തന്നെ തകർത്തു നിർത്താൻ ശ്രമിച്ചാലും തടുത്തു നിർത്താൻ ശ്രമിച്ചാലും എന്ന ചരിത്ര സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ആ ചരിത്ര സത്യത്തിന് വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അള്ളാഹുവിന് സ്തുതി. നിങ്ങൾ വാഹുദവാൻ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.